നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലീഷിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഒത്തിരി ഒന്നും പറഞ്ഞില്ല, കുറച്ചേ പറഞ്ഞുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഗ്രാമർ വേണ്ട എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ അത് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു ഗ്രാമർ പഠിക്കേണ്ടെന്നല്ല, വേണം. കാരണം പല കാര്യങ്ങളിലും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയുക, ഇപ്പം ഞാൻ കഴിക്കുന്നു, അതിന് പകരം ഞാൻ ഇപ്പം കഴിക്കുന്നു. ഞാൻ ഇപ്പം ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നുകിൽ ഞാൻ പറയും ഞാൻ കഴിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരാൾ എന്നെ ഫോൺ വിളിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ആ ഫോൺ അറ്റൻഡ് ചെയ്തു. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോൺ ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിക്കുക, നീ എന്ത് ചെയ്യുകയാണിപ്പോൾ? അപ്പോൾ ഞാൻ പറയുക ഞാൻ കഴിച്ചു എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥം തെറ്റി. അപ്പോൾ ഞാൻ പറയേണ്ടത് ഞാൻ കഴിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക എന്നാണ് അവിടെ പറയേണ്ടത്. അവിടെയാണ് നമ്മുടെ ആ ഗ്രാമർ കറക്റ്റായിട്ട്, ആ ടെൻസ് കറക്റ്റായിട്ട് അവിടെ കൊള്ളിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുക, ഞാൻ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ സിറ്റിയിലോട്ടൊന്ന് ഇറങ്ങി ഫുഡ് കഴിക്കും. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുമെന്നാണ് പറയുന്നത്. അത് ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ കഴിച്ചു, അല്ലെങ്കിൽ ഞാൻ രാത്രിയിൽ ഫുഡ് കഴിച്ചു. അപ്പോൾ ഞാൻ രാത്രിയിൽ ഫുഡ് കഴിച്ചു എന്ന് പറയണമെങ്കിൽ ഇന്നത്തെ രാത്രി കഴിഞ്ഞ് ഞാൻ നാളെ രാവിലെ ആയിരിക്കണം ഇത് പറയേണ്ടത്. അല്ലെങ്കിൽ ഇന്നലെയോ മെനിഞ്ഞാന്നോ രാത്രിയിലുള്ള കാര്യമായിരിക്കണം ഇന്ന് ഞാൻ പറയേണ്ടത്. അവിടെ ഇത് കൃത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെൻസ് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. എനിവേ സത്യത്തിൽ നമ്മൾ ഇംഗ്ലീഷ് നാട്ടിലൊന്നും അല്ല ജനിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളെങ്ങനെ മലയാളം സംസാരിക്കുന്നു, കേരളത്തിൽ ജനിച്ചത് കൊണ്ട് കേട്ടും കണ്ടും ഒക്കെ പഠിച്ചു. അതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എങ്ങനെയാണ്, ഇതേപോലെ കേട്ടും ആവർത്തിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഈ പറയുന്ന ഞാനും ഇപ്പോൾ അത്രയും ഫ്ലുവൻസി ഒന്നും അല്ല. നമ്മളും ഇതുപോലെയൊക്കെ കുറേയൊക്കെ സംസാരിക്കും. ഇപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് അറിവുകളാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തു തരുന്നത്.